ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ചെന്നൈയിൽ നിന്നാണ്. ചെന്നൈയിൽ വടപളനി എന്ന് പറയുന്ന സ്ഥലമാണിത്. ചെന്നൈയിൽ നിന്നും പിന്നെയും ദീർഘദൂരം സഞ്ചരിച്ചാണ് ഈ വടപളനി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുന്നത്. അതിലെ ആ വഴിയെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കാണുന്ന ഓരോ ബിൽഡിങ്ങും അവിടുത്തെ കാഴ്ചകളുമാണിത്. റോഡിൽ നല്ല തിരക്കാണ്. റോഡ് അത്ര പോരാ, കാരണം എല്ലായിടത്തും വെള്ളക്കെട്ടും എല്ലാമായിട്ട് നടന്നു പോകുന്നതിന് തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട്. അവിടെയൊക്കെ മഴയായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ. ഇതൊക്കെ അവിടുത്തെ വലിയ ബിൽഡിങ്ങാണ്, മൗര്യ എന്നാണ് പറയുന്നത്. വഴിയെ നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ കണ്ടതാണ്. ഇത് ടാറ്റ എൻ്റർപ്രൈസസ് അതിൻ്റെ ഒരു ബിൽഡിങ്ങാണ്. വെള്ളക്കെട്ടാണ്, നടന്ന് പോകാൻ പറ്റത്തില്ല. കണ്ട എല്ലായിടത്തും റോഡിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് കേരളത്തിലെ റോഡുകൾ എന്തുമാത്രം ബെറ്ററാണെന്ന് ചിന്തിച്ചു പോയത്. ഇതിലേക്കൂടെ ഈ വെള്ളക്കെട്ടിലൂടെ ഈ വെള്ളം കിടക്കുന്നത് കൊണ്ട് നടന്നു പോകാനും പറ്റത്തില്ല. വെള്ളം തെറിപ്പിച്ച് പറപ്പിച്ചാണ് വണ്ടികളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ നടന്ന് ഞങ്ങൾ പോകുന്നത് വടപളനി എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിലേക്കാണ് പോകുന്നത്. കല്യാണം കൂടാനായിട്ടാണ് ഞാൻ ചെന്നൈയിൽ പോയത്. അവിടെ നിന്ന് ഇനി അടുത്ത ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. സ്ഥലം ഏതാണെന്ന് പറയാം. നമ്മുടെ മറീന ബീച്ച്, ചെന്നൈയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏറ്റവും രണ്ടാമത്തെ നീളമേറിയ ബീച്ച്, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സിനിമ ഷൂട്ടിങ്ങും എല്ലാത്തിൻ്റെ ലൊക്കേഷനും ഒക്കെ ആയിട്ടുള്ള ആ മറീന ബീച്ച് കാണുന്നതിനായിട്ട് പോവുകയാണ്. നമ്മൾ ചെന്നൈയിൽ നിന്ന് ഈ വടപളനി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പിന്നെയും 10 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് നമുക്ക് അവിടെ എത്താൻ പറ്റുന്നത്. അതുകൊണ്ട് ബസ്സാണ് സൗകര്യമെന്ന് തോന്നി അങ്ങനെ നമ്മൾ ബസ് കാത്ത് നിൽക്കുകയാണ്. അവിടെ അന്വേഷിച്ചപ്പോൾ ഇതാണ് ബസ് സ്റ്റാൻഡ്. അങ്ങനെ ഞാൻ നിൽക്കുന്നു. എല്ലാവരും ഉണ്ട്, ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള വേണ്ട ഓരോരുത്തരെയായിട്ട് കാണാം. അതല്ല, ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് നിൽപ്പുണ്ട്. അങ്ങനെ ബസ് സ്റ്റാൻഡാണിത്. ബസ് സ്റ്റാൻഡിലും അവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. നമ്മളെ ഇവിടുത്തെ കണക്കല്ല അവിടുത്തെ ബസ് സ്റ്റാൻഡെന്ന് പറഞ്ഞാൽ അകത്ത് ഒരു കച്ചവടവും ഇല്ല. ഒരു വെള്ളം കുടിക്കണമെങ്കിലും പറ്റത്തില്ല. നമ്മുടെ ഇവിടുത്തെയൊക്കെ ബസ് സ്റ്റാൻഡാണെങ്കിൽ അകത്തെല്ലാം വളരെ ഒരുപാട് കച്ചവടം പൊടിക്കുകയായിരിക്കും. ജ്യൂസ് കടകൾ എന്തോ വേണമെങ്കിലും കിട്ടും. ഇതൊരു വെള്ളം കുടിക്കാൻ പോലും ഒരു മാർഗ്ഗവും ഇല്ല, അതിനകത്തൊന്നുമില്ല. ബസ് വന്ന് നിൽക്കുന്നു, ആളുകൾ കയറുകയും പോവുകയും ചെയ്യുന്നു. ഇതാണ് അവിടുത്തെ ഒരു സ്ഥിതി. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം നിന്നു. അവിടെ എൻക്വയറിയിൽ അന്വേഷിച്ചപ്പോൾ ബസ് നമ്പർ 25 മറീന ബീച്ച് പോകുന്ന വണ്ടിയാണെന്ന് അറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ 25-ാം നമ്പർ ബസ് കാത്ത് അവിടെ നിൽക്കുകയാണ്. കണ്ട ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ. ആയ സമയമായിരുന്നു, അവിടെയൊക്കെ ഭയങ്കര മഴ. അങ്ങനെ വെള്ളക്കെട്ടാണ്, എങ്ങും നിൽക്കാൻ പറ്റത്തില്ല. കണ്ട, ഇതാണ് അവിടുത്തെ ഒരു സ്ഥിതി. നമ്മുടെ ബസ് സ്റ്റാൻഡൊക്കെ ഇത് കാണുന്നവർ ഓർത്ത് നോക്കണം. നമ്മളെ കേരളം ഗോഡ്സ് ഓൺ കൺട്രി തന്നെയാണെന്ന് എനിക്ക് ഇവിടെയൊക്കെ പോയിട്ട് വന്നപ്പോഴാണ് മനസ്സിലായത്. അവിടുത്തെ മരിച്ചുപോയ മുഖ്യമന്ത്രിയുടെ പടമൊക്കെ എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ആ 25-ാം നമ്പർ ബസ് വന്നു. അങ്ങനെ അതിൽ ഞാൻ നിൽക്കുകയാണ്. ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല. അവിടെ വിസിലടിക്കുകയാണ് ചെയ്യുന്നത് കണ്ടക്ടർ. നമ്മളെ ഇവിടുത്തെ കണക്ക് ബെല്ലടിക്കുന്ന സിസ്റ്റം അല്ല. ബസ് പോകുന്നതിനും നിർത്തുന്നതിനും എല്ലാം ഈ വിസിൽ ഊതുകയാണ് ചെയ്യുന്നത്. പുള്ളി അവിടെ നിന്ന് തന്നെ ഫ്രണ്ടിൽ ടിക്കറ്റും എടുക്കുന്നുണ്ട്. ഇവിടുന്ന് പാസ് ചെയ്ത് അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വഴിയോര കാഴ്ചകൾ ഞാൻ വീണ്ടും കാണുന്നു. എനിക്ക് അത്ര ക്ലിയർ ആകുന്നില്ല, കാരണം നിന്നുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. സീറ്റ് കിട്ടിയാലേ നമുക്ക് വ്യൂ കിട്ടത്തുള്ളൂ. അവിടെ മതിലെന്ന് പറഞ്ഞാൽ ഇത് കണ്ട, ഈ ഷീറ്റ് കൊണ്ട് കുറേയൊക്കെ മറച്ച് വെച്ചിരിക്കുന്നതാണ് കണ്ടത്. പിന്നെ ചെറിയ വീടുകളുണ്ട്. വലിയ സിറ്റിയാണെന്ന് പറയാക്കത്തില്ല ഇത്. പിന്നെ ഈ പോകുന്നത് കോടമ്പാക്കം വഴി. കോടമ്പാക്കത്ത് എത്തിയപ്പോഴാണ് എനിക്ക് കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റിയത്. അന്നേരം കിട്ടിയതാണിത്. അങ്ങനെ ഈ റോഡ് വഴി അങ്ങ് 10 കിലോമീറ്ററേ ദൂരം ഉള്ളെങ്കിലും നമുക്ക് ഭയങ്കര ദൂരമുള്ളതുപോലെ തോന്നും. വഴിയിൽ ഭയങ്കര ട്രാഫിക്കും എല്ലായിടത്തും കൊണ്ട് നിർത്തി
ഇങ്ങനെയാണ് പോകുന്നത്. ഇതാണ് അവസ്ഥ. അങ്ങനെ ഞാൻ വഴിയോര കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുന്നു. ഓരോ ബിൽഡിങ്സ് എന്തൊക്കെയാണെന്നൊന്നും ദൂരെ നിന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ വയ്യ. കാരണം വ്യക്തമല്ല. ഇരുന്നാണെങ്കിൽ നമുക്കിത് കൃത്യമായിട്ട് കാണാം. ഇങ്ങനെ കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ചെന്നൈ മറീന ബീച്ചിലേക്കുള്ള വഴി. മറീന ബീച്ച് കാണുക എന്നുള്ളത് എൻ്റെ കുറേ നാളായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു. അങ്ങനെ ഓരോരുത്തർ സ്റ്റോപ്പിൽ ഇറങ്ങുകയും കയറുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങളും സ്റ്റോപ്പിൽ ഇറങ്ങി. ഇതാണ് ഒരു താഴോട്ട് ഒരു ടണൽ പോലെ കാണുന്നു. അതുവഴി ഇറങ്ങി അപ്പുറത്ത് പോകാനായിട്ട് മറീന ബീച്ച് കാണാൻ ഇതുവഴി പോകുന്നതാണ് സൗകര്യമെന്ന് അറിഞ്ഞ് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ താഴെ കൂടെ പോവുകയാണ്. അവിടെ മൂക്ക് പൊത്തിക്കൊണ്ട് വേണം പോകേണ്ടുന്നത്. ഭയങ്കരമായ സ്മെല്ലുണ്ട്, മൂത്രത്തിൻ്റെ സ്മെല്ല്. ഇത് താഴെ ഈ ഡാർക്ക് സൈഡായത് കാരണം ഇതാണ് അവസ്ഥ. അങ്ങനെ അതുവഴി ഇങ്ങനെ കടന്ന് സ്റ്റെപ്പ് കയറി ഇതാണ്ട് അവിടെ ഒരു ഡോഗ് ഇങ്ങനെ നമ്മളെ കൂടെ ഒപ്പത്തിനൊപ്പം നടന്ന് ഇങ്ങനെ വരുന്നു. അങ്ങനെ ഇനി മുകളിൽ റോഡിൽ കയറി ഇനി ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടക്കുമ്പോഴാണ് നമ്മുടെ ഈ ഫേമസ് ആയിട്ടുള്ള ഈ മറീന ബീച്ച്. അതിൻ്റെ സ്ഥലത്ത് കണ്ട അതിങ്ങനെ നീളമേറിയ രണ്ടാമത്തെ ബീച്ചായത് കാരണം ഇങ്ങനെ വിസ്തൃതിയിൽ ഇങ്ങനെ നീളത്തിലങ്ങ് കാണുകയാണ്. നമ്മൾ വണ്ടറടിച്ച് നിന്നു പോവും. ഈ ഉച്ച സമയമായതുകൊണ്ട് എന്തും വേണ്ടി ആളുകളൊക്കെ ഇവിടെ വരുന്നുണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റിയില്ല. കാരണം കടകളെല്ലാം അടച്ചിരിക്കുകയാണ്. 1-2 ഒക്കെ തുറന്നിട്ടുള്ളൂ. ഉച്ച സമയം 12:30 മണി സമയമൊക്കെ ആയത് കാരണം ചൂടും എല്ലാം കൊണ്ട് കടകളൊന്നും അങ്ങനെ തുറന്നിട്ടില്ല. അങ്ങനെ ഇവിടെ നിന്നപ്പോൾ പിന്നെയും കിലോമീറ്റർ അങ്ങ് ചെല്ലുമ്പോഴാണ് ഈ ആളുകളെല്ലാം വരികയും ഈ കാഴ്ചകളൊക്കെ കാണാനുള്ളത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നടന്ന് പിന്നെ ബസ് ഇറങ്ങേണ്ടുന്നത് തൊട്ട് അതിൻ്റെ അപ്പുറത്തൊരു സ്റ്റോപ്പിലായിരുന്നു. അത് കാരണം ഞങ്ങൾ സൈഡിൽ കൂടെ ഈ കാഴ്ചകളൊക്കെ കണ്ട് അതുവഴി നടന്നു. അവിടെ കുറച്ച് തണലൊക്കെ ഉണ്ട്. അത്ര കൊടും ചൂടായത് കാരണം തണൽ തേടി ഞങ്ങൾ വീണ്ടും റോഡിലേക്ക് നടന്നു വരികയാണ്. അങ്ങനെ ഇങ്ങ് റോഡിൽ കയറി റോഡിൻ്റെ സൈഡിലൂടെ നോക്കുമ്പോൾ അവിടെ നല്ല പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങ് നീളത്തിലങ്ങ് കിടക്കുകയാണ് ഈ പാർക്ക്. കണ്ട അങ്ങനെ ആ പാർക്കിൻ്റെ സൈഡിലൂടെ ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആ റോഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാണുന്നത് പ്രസിഡൻസി കോളേജാണ്. ചെന്നൈയിലെ ഫേമസ് കോളേജാണ്. അതിൻ്റെ കോമ്പൗണ്ട് വലിയൊരു കോമ്പൗണ്ടാണ്. ആ ഗോപുരം പോലെ കണ്ടതാണ് പ്രസിഡൻസി കോളേജ്. ഇതാണ് പാർക്ക്. ഈ പാർക്ക് ഇങ്ങനെ ഉള്ളത് കൊണ്ട് ഇതിൻ്റെ സൈഡിലൂടെ തണൽ പറ്റി നടന്ന് പോകാം. കുറച്ചങ്ങ് ചെല്ലുമ്പോൾ ഈ എല്ലാ ടൂറിസ്റ്റുകളും വരുന്ന സ്ഥലമാകും. ഇതാണ് കോളേജ്. കോളേജ് ഒക്കെ അതിൻ്റെ അകത്തൊക്കെ മഹാന്മാരുടെയൊക്കെ രൂപങ്ങളുമൊക്കെ ശില്പം പോലെയൊക്കെ കൊത്തി വെച്ചിരിക്കുന്നതായിട്ടും കണ്ടു. നമ്മൾ അധിക സമയം അവിടെ അങ്ങ് സ്പെൻഡ് ചെയ്യാത്തത് കൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ നടന്ന് പോവുകയാണ്. മറീന ബീച്ചിൻ്റെ പാർക്ക് സൈഡിലൂടെയാണ് പോകുന്നത്. കോളേജ് വീണ്ടും ഞാൻ ഒരു വീഡിയോ അവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്തെടുത്തു. പാർക്കും ബീച്ചും കോളേജും എല്ലാം കിട്ടത്തക്കവണ്ണം എടുത്ത് ഞാൻ ഇങ്ങനെ പോവുകയാണ്. ഞാനിങ്ങ് ബാക്കിലാണ്, കൂടെ ഉള്ള എല്ലാവരും ഒരുപാട് ഡിസ്റ്റൻസിൽ അങ്ങ് ഫ്രണ്ടിലെത്തി. അവിടുത്തെ പാർക്കിലെ മരങ്ങളാണ്. ഇവിടുത്തെ പോലെ പാർക്കിലധികം ആൾക്കാരൊന്നും ഇരിപ്പില്ല. ചൂടും നട്ടുച്ച സമയവുമായതുകൊണ്ടാകാം. പിന്നെ മാത്രമല്ല കോളേജ് വർക്കിംഗ് ഡേ അല്ലായിരുന്നു. അതുകൊണ്ടാണ് അവിടെ നിൽക്കുന്ന പൂക്കളാണ് നല്ല മഞ്ഞപ്പൂക്കൾ. ഇതിൻ്റെ തൊട്ട് അപ്പുറത്ത് നിന്നാണ് ഒരു ഫോട്ടോ നമ്മൾ എടുത്തത്. ഓപ്പോസിറ്റ് സൈഡിലെ റോഡാണ്. ഭയങ്കര തിരക്കാണ്.
കണ്ണെത്താ ദൂരത്ത് കാണുകയാ മെറീന ബീച്ച്. കുറച്ച് സമയം അങ്ങനെ നമ്മൾ നടന്ന് ഇനി ബീച്ചിലേക്കുള്ള എൻട്രൻസിൻ്റെ ഒക്കെ അടുത്ത് എത്താറായി. ഇതാണ് കൂടെ വന്നവർ. ഞാൻ ആ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നൊരു ഫോട്ടോ എടുത്തു. അവിടെ നിന്ന് കറങ്ങി വീണ്ടും ഒരു വീഡിയോയും കൂടി എടുത്തു. എൻ്റെ പണി ഈ പോകുന്ന വഴിക്ക് ഇതാണ്, വീഡിയോ എടുപ്പാണ്. കൂടെ വന്ന ചേച്ചിയൊക്കെയാണ്. ഇതാണ് ഈ സൈഡിലൂടെ ടൂറിസ്റ്റുകളെല്ലാം ഇതുവഴിയാണ് പോകുന്നത്. കച്ചവടം, ഒരുപാട് ബാഗുകളും വളകളും ലേഡീസിൻ്റെയും എല്ലാ സാധനങ്ങളും കിട്ടുന്ന സെൻറ്ററായത്. അത് കണ്ട് വേണ്ട ജെൻസിൻ്റെയൊക്കെ പാൻസും പിന്നെ 4/4 3/4 ഒക്കെ ആയിട്ട് ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നു. പിന്നെ അടുത്ത കടകൾ, ഓരോ കടകളും കണ്ട് പോവുകയാണ്. കാരണം സമയമില്ല നമുക്ക്, പെട്ടെന്ന് അടുത്ത ട്രെയിനിങ് പിന്നെ ഉള്ളത് കൊണ്ട് എളുപ്പം ഒന്ന് ഓടിച്ച് കണ്ട് ഇനി പോരുകയാണ് ചെയ്തത്. കടകളിലൊന്നും കൂടുതൽ സമയം നിന്നില്ല. അവിടെ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ഇതാ നോക്കിയാണ് കണ്ട ഫിഷുകളെല്ലാം മസാല പുരട്ടി, പലതരത്തിലുള്ളത് ഇങ്ങനെ മസാല പുരട്ടി പ്ലേറ്റിൽ നിരത്തി വെച്ചിരിക്കുകയാണ്. നമ്മൾ ഇന്ന മീന വേണമെന്ന് പറഞ്ഞാൽ അപ്പോഴേ അവർ ഫ്രൈ ചെയ്ത് റെഡിയാക്കി ഇങ്ങി തരും. ഇത് നോക്കിയാണ് അങ്ങനെ 3-4 കടകൾ ഇത് തന്നെയാണ്. ഫിഷിന് മാത്രം മസാല പുരട്ടി, കൊഞ്ചുണ്ട്, ഞണ്ട്, കണവ, എല്ലാ മീനും ഉണ്ട്, കേര, എല്ലാ വെറൈറ്റി മീനുകളും ഉണ്ട്. എല്ലാം മസാല പുരട്ടി വെച്ചിരിക്കുകയാണ്. ചൂടോടെ കഴിക്കാം. ഇത് കടകൾ മിക്കതും ഇതാണ് മെറീന ബീച്ച്. മെറീന ബീച്ചിൽ നിൽക്കുന്ന ആളുകൾ ഇത്രയൊക്കെയാണ്. കണ്ട കുറച്ച് പേര് അവിടെ ഇരുന്ന് പൂക്കളൊക്കെ ഇറുക്കി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ പേരങ്ങ് വെള്ളത്തിൽ കിടക്കുകയാണ്. കുറേ പിള്ളേർ, മുതിർന്നവരും ഉണ്ട്. ഇവരെല്ലാം വെള്ളത്തിൽ ഇങ്ങനെ തിരയില്ലെന്നൊക്കെയാണ് പറഞ്ഞതെങ്കിലും തിര ഉണ്ടായിരുന്നു. നല്ല കാറ്റും നല്ല വെയിലും ഒക്കെ ഉള്ള സമയം, നട്ടുച്ച സമയമായതുകൊണ്ട് നല്ല തിരയൊക്കെ ഉണ്ടായിരുന്നു. തിര കുറവാണെന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞതെങ്കിലും തിരയുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞാനൊരു വീഡിയോ എടുത്തു. പശുക്കളൊക്കെ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നു. ആളുകൾ കുറച്ച് ആളുകളേ ഉള്ളൂ. എല്ലാവരും ഇവിടെ മെറീന ബീച്ച് വൈകുന്നേരത്തോ പോകുമ്പോഴേ നമുക്കിതിൻ്റെ കറൻറ്റ് എങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥയെന്ന് പറയാൻ പറ്റും. എന്തും വേണ്ടി ആളുകൾ വൈകിട്ട് വരും. ചിലപ്പോൾ ഇനി വീക്കെൻഡിലായിരിക്കുമോ, അതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഈവനിങ്ങിൽ പോയെങ്കിലേ പറ്റൂ. നട്ടുച്ച സമയത്ത് നിൽക്കുന്ന ആളുകൾ ഇത്രയേ ഉള്ളൂ. പൊരി വെയിലാണ്. കടകളൊന്നും അതുകൊണ്ട് മിക്കതും തുറന്നിട്ടില്ല, എല്ലാം അടച്ച് തന്നെ വെച്ചേക്കുകയാണ് സാധനങ്ങൾ. വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും തുറക്കും. ഇതാണ് മെറീന ബീച്ച്. സിനിമയുടെ ഷൂട്ടിങ്ങും ലൊക്കേഷനും. ഞാൻ അവിടെ നിന്ന് വീണ്ടും ഒരു വീഡിയോ, എൻ്റെ ആഗ്രഹം തീരെ വീഡിയോ എടുക്കുകയാണ്. മെറീന ബീച്ച് കണ്ടതിൻ്റെ സന്തോഷം എല്ലാം ഉണ്ട്. ഇത് കേട്ടിട്ടല്ലേ ഉള്ളൂ നമ്മൾ. അധിക സമയം നിൽക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ചൂടാണ്. അത് കാരണം കാലും ഒന്ന് നനച്ചിട്ടാണ് ഞാൻ വന്നത്. അതിൻ്റെ പരിസരവും എല്ലാം ഇതിനകത്ത് ക്ലിയറായിട്ടുണ്ട്. തിര ഇല്ലെന്ന് പറഞ്ഞെങ്കിലും തിര വരുന്നത് കണ്ടാ കൂട്ടുകാരെ. തിരയൊക്കെ ഉണ്ട്. കടലിൽ എന്തായാലും തിര ഇല്ലാതിരിക്കില്ല. അത്ര ശാന്തമായിട്ടൊന്നും അല്ല. എല്ലാവരും വീഡിയോ എടുക്കുന്നതിൻ്റെ ഫോട്ടോയും വീഡിയോയും എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ വിട്ട്. ഇപ്പോൾ ഇതാണ് മെറീന ബീച്ച്. ഞാൻ ഫേസ്ബുക്കിൽ ഇതേത് ബീച്ചാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചിട്ട് ആരും പറഞ്ഞില്ല. എല്ലാവരും കൊല്ലം അഴീക്കലെന്നൊക്കെയാണ് പറഞ്ഞത്. ആർക്കും പിടികിട്ടിയില്ല. മെറീന ബീച്ചാണ്. അതിൻ്റെ പരിസരമൊക്കെ ഇപ്പോൾ കണ്ടതുകൊണ്ട് എല്ലാവർക്കും പിടികിട്ടി കാണും. പ്രസിഡൻസി കോളേജും ആ പാർക്കും അതൊക്കെ കണ്ടിട്ടുള്ള ആളുകൾ കാണും. ഇപ്പോൾ കൃത്യമായിട്ട് പേര് ഓർമ്മ വന്ന് കാണും. എന്താ അങ്ങനെ ഒരു വളക്കടയിൽ കയറി. വെറൈറ്റി വളകളുണ്ടായിരുന്നു.
സമയമില്ലാത്തതുകൊണ്ട് ഇവിടെ ഒന്നും കയറി അധികം സ്പെൻഡ് ചെയ്തില്ല. കൂടെ വന്നവരും വാങ്ങിച്ചതൊന്നുമില്ല. ഒന്ന് കണ്ടു അപ്പോഴേ പോരുന്നു. ഒരു പശു ഇങ്ങനെ നടന്നു പോകുന്നു. ഇതിനെയൊക്കെ ഇങ്ങനെ അങ്ങ് വിട്ടേക്കുക, സ്വതന്ത്രമായിട്ട് വിഹരിക്കുന്നു. ഈ വളകളിൽ പലതും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ സമയക്കുറവ് കാരണം ഇതൊന്നും നോക്കിയില്ല. അപ്പോഴേ പോരുന്നു, ചെന്ന് കണ്ടു. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നതാണ്. മെറീന ബീച്ച് കണ്ട് പുറത്തേക്ക് വന്ന വഴിയാണിത്. അവിടെ 2 രൂപങ്ങളൊക്കെ ശില്പങ്ങൾ കൊത്തി വച്ചിട്ടുണ്ട്. കണ്ട ഇതാണ് ഇതിൻ്റെ പരിസരം, മെറീന ബീച്ചിൻ്റെ പരിസരത്തുള്ള കാഴ്ചകൾ. അങ്ങനെ എല്ലാ കൂട്ടുകാർക്കും ബീച്ച് ഇഷ്ടപ്പെട്ടെന്ന്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് അടിക്കാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ.